ഹൈ വെൽക്കം ബാക്ക് ടു AR ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്കൊരു വാഹനം റിവ്യൂ ചെയ്യാൻ കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇൻട്രോന്ന് ഒരു പക്ഷേ കാണാൻ സാധിക്കില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ത്യൻ വിപണിയിൽ നിലവിൽ ഒരുപാട് സൂപ്പർ ബൈക്കുകൾ ഇന്ത്യൻ വിപണിയിൽ പ്രൈസ് റേഞ്ചിൽ മിഡിൽ റേഞ്ചിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു കാലത്ത് 100 CC ഒക്കെ മുകളിൽ 150യും 200 CC ഒക്കെ ആയിരുന്നെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റുകളെ കീഴടക്കിയിരുന്നെങ്കിൽ ഇന്ന് 200 CCക്ക് മുകളിലുള്ള വാഹനങ്ങളാണ് ഇന്ത്യൻ മാർക്കറ്റുകളെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലൊരു വാഹനമാണ് ട്രയംഫ്. 10 ലക്ഷത്തിന് മുകളിൽ മാത്രം ബഡ്ജറ്റ് ഉണ്ടായിരുന്ന ട്രയംഫ് എന്നൊരു വാഹനം നിലവിൽ 3 ലക്ഷം ഓൺ ദ റോഡ് പ്രൈസാണ് നമ്മൾ പറയുന്നത്. 3,10,000 മുതൽ 3,50,000 ആ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് താഴ്ന്നു വന്നെന്നൊക്കെ കാണാൻ സാധിക്കും. അതേപോലെ ഹാർലി ഡേവിഡ്സന്റെ പുതിയ മോഡലുകളും അതേ പ്രൈസ് റേഞ്ചിലേക്ക് വന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും സാധാരണക്കാർക്ക് മിഡിൽ റേഞ്ചിലുള്ള ആളുകളെ നോട്ടമിട്ടുകൊണ്ട് അല്ലെങ്കിൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വൻ കുത്തക സൂപ്പർ ബൈക്ക് കമ്പനികൾ ഇന്ത്യൻ വിപണിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി നമുക്ക് കാണാൻ സാധിക്കും. ഒരു ബ്രിട്ടീഷ് കമ്പനിയാണ് നമ്മുടെ ട്രയംഫ് എന്ന് പറയുന്ന ഒരു വാഹനം. ഒരു സമയത്ത് ട്രയംഫിൻ്റെയും അതേപോലെ ഹാർലി ഡേവിഡ്സൻ്റെ ഒക്കെ ഷോറൂമിലേക്ക് ആളുകൾക്ക് കയറി ചെല്ലാൻ അതിന് മാത്രം ബഡ്ജറ്റ്, അതിന് മാത്രം ക്യാഷ് പോക്കറ്റിലില്ലാത്ത ഒരു സമയം കൊണ്ട് തന്നെ അത്തരം ഷോറൂമുകളിലേക്ക് കയറി ചെല്ലാൻ മടിയുണ്ടായിരുന്ന ആ അവസരത്തിൽ നിന്നാണ് ഇന്ന് ട്രയംഫ് ഈ രീതിയിലേക്കുള്ള പ്രൈസ് റേഞ്ചിലേക്കുള്ള വാഹനങ്ങൾ ഇറക്കിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഓൺ ദ റോഡിൽ വാഹനം എന്തായാലും റിവ്യൂ ചെയ്ത് നോക്കാം. 2 വാഹനവും നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. ട്രയംഫിൻ്റെ സ്പീഡ് 400 എന്ന് പറയുന്ന ഒരു ക്രൂയിസർ ബൈക്കാണിത്. 400 CC ആണ് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ പവർ വരുന്നത്. ലിക്വിഡ് കൂൾ എൻജിനാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. 40 bhp പവർ, 8000 RPM. അതോടൊപ്പം തന്നെ 37 Nm ടോർക്ക്, ഏകദേശം 37 Nm ടോർക്ക്, 6500 RPM ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നത്. അതേപോലെ ഇതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ വരുന്നത് അപ്സൈഡ് ഡൗൺ സസ്പെൻഷനാണ് വരുന്നത്. 43 mm സസ്പെൻഷനാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. റിയറിൽ അതേപോലെ മോണോ സസ്പെൻഷന് 10 ടൈം അഡ്ജസ്റ്റബിൾ പ്രീ ലോഡഡ് ഗ്യാസ് സസ്പെൻഷനാണ് പിറകിൽ കൊടുത്തിരിക്കുന്നത്. വെയിറ്റ് വരുന്നത് 176 കിലോ വെയിറ്റാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അതേപോലെ ഹൈറ്റ് വരുന്നത് 171 ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. ഈ ഒരു വാഹനം റെട്രോ ടൈപ്പ് വാഹനമാണ്. 176 കിലോ വാഹനത്തിൽ വരുന്നത്. 300 mm ആണ് ഡിസ്ക് ഫ്രണ്ടിൽ വരുന്നത്. അതേപോലെ തന്നെ റിയറിൽ വരുന്നത് 240 mm ആണ്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള സസ്പെൻഷൻ തന്നെയാണെന്ന് നമുക്ക് ഈ വാഹനം ഓടിക്കുമ്പോൾ തന്നെ വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ പവർ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പവർ കൂടുതലാണെന്ന് പറഞ്ഞിരുന്ന വണ്ടിയായിരുന്നു KTMൻ്റെ 390 അതേപോലെ 200 ബൈക്കുകൾ. അതേ ഒരു പവർ തന്നെ ഈ ഒരു വാഹനത്തിലേക്ക് അധികം ആളുകൾക്ക് സുപരിചിതമല്ലാത്ത ഒരു പവർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആക്സിഡൻറ്റുകളും കൂടി ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. എന്നാൽ ഇന്ന് ഏകദേശം കമ്പനികളും 200-250 CCക്ക് മുകളിലുള്ള വാഹനങ്ങൾ ഇറക്കാൻ തുടങ്ങി. നല്ല രീതിയിലുള്ള ഒരു പവർ തന്നെ ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നുണ്ടെന്ന് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബ്രേക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ABS ആണ് വരുന്നത്. ഫ്രണ്ടും റിയറും സാധാരണ എല്ലാ വാഹനങ്ങളും ഇപ്പോൾ നിലവിൽ ABS ആണ് കൂടുതൽ വാഹനങ്ങൾ സൂപ്പർ ബൈക്കുകളിൽ വരുന്നത്. ആ ഒരു ABS സിസ്റ്റം തന്നെ ഇപ്പോൾ നിലവിൽ ഈ ഒരു വാഹനത്തിനകത്തും വരുന്നുണ്ട്. എന്തായാലും ഗിയറും അതോടൊപ്പം തന്നെ വളരെ പഞ്ഞിക്കട്ട പോലെയുള്ള ഗിയറാണ്. ക്ലച്ചും വളരെ സ്മൂത്തായിട്ടുള്ള ക്ലച്ചാണ്. നമുക്ക് ഗിയർ ബോക്സ് വളരെ സ്മൂത്താണ്. വളരെ ലൈറ്റായിട്ട് നമുക്ക് ഇത്രയും പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ സാധാരണ ഒരു 400 CC ബൈക്കുകളിലൊക്കെ നമ്മളൊരു ചെറിയ സ്പീഡിനകത്ത് എഞ്ചിൻ്റെ ഭാഗത്ത് നോക്കിംഗ് ഉണ്ടാവും. എന്നാൽ ഈ ഒരു വാഹനത്തിനകത്ത് നമ്മളിപ്പോൾ നിലവിൽ 60 ആ ഒരു 50-60 സ്പീഡിലൊക്കെ പോകുന്ന സമയത്തും നമ്മൾ 5 ഗിയറിലാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പഴയ ബൈക്കുകളിലൊക്കെ നമുക്ക് ആ ഒരു 5 ഗിയറിലൊക്കെ പോകുന്ന സമയത്ത് സിറ്റിയിലൊക്കെ നമുക്ക് ആ ഒരു എഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിങ് ഗിയർ അടിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. ഇതിൻ്റെ ഗിയറും കാര്യങ്ങളൊക്കെ വളരെ സോഫ്റ്റായിട്ട് തന്നെ, അതോടൊപ്പം തന്നെ പവറും നല്ല രീതിയിൽ നമുക്ക് ആക്സലേഷൻ നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വണ്ടിയൊക്കെ നമുക്ക് ഓവർടേക്ക് ചെയ്ത് അനായാസം തന്നെ നമുക്ക് വളരെ അനായാസമായിട്ട് ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹാൻഡിലിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള നമുക്ക് നിവർന്നുകൊണ്ട് പിടിക്കാനുള്ള ഒരു ഹാൻഡിലാണ് നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ സ്പീഡ് 400 എന്ന് പറയുന്ന ഒരു വാഹനമാണ് നിലവിൽ നമ്മൾ ടെസ്റ്റ് റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 400X സ്കാംബ്ലർ 400X എന്ന് പറയുന്ന മറ്റൊരു വാഹനം, ഒരു സെമി ഓഫ് റോഡറാണ് ഒരു വാഹനം. ആ ഒരു വാഹനം ഇതേ ഡിസൈനിൽ തന്നെ, എന്നാൽ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസും അതോടൊപ്പം തന്നെ വെയിറ്റ് അതോടൊപ്പം തന്നെ ടയർ സൈസിലൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ വരുത്തിയിട്ടുള്ള ആ ഒരു വാഹനവും കൂടി നിലവിൽ ഈ ഒരു
വാഹനത്തിനോടൊപ്പം അവൈലബിൾ ആണ്. ഒരു മാർക്കറ്റ് പ്രൈസിനകത്ത് ചെറിയൊരു വ്യത്യാസം, അതായത് 3,10,000 വരുമ്പോൾ അതിനേക്കാളും ഒരു 35,000 രൂപയാണ് കൂടുതൽ വരുന്നത്. 3,45,000 രൂപയാണ് കൂടുതൽ വരുന്നത്. ആ ഒരു വാഹനവും നിലവിൽ ഇവിടെ അവൈലബിൾ ആണ്. അതുകൂടി നമുക്ക് ഒന്ന് ടെസ്റ്റ് റൈഡ് അടിച്ച് നോക്കാം. എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാം, 3,10,000 ഈ ഒരു വാഹനം ആ വാല്യൂ ഫോർ ദ മണി എല്ലാം ഒരാൾ പോലും പറയാത്ത രീതിയിൽ അത്രയും ഡ്രൈവിംഗ് കംഫേർട്ട്, ലോങ് ഡ്രൈവിനൊക്കെ നല്ല രീതിയിലുള്ള സുഖം ലഭിക്കുന്ന ഒരു വാഹനമാണ്. അടുത്തതായി നമ്മൾ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു വാഹനം സ്കാംബ്ലർ 400X എന്ന് പറയുന്ന ഒരു വാഹനമാണ്. ഈ ഒരു വാഹനത്തിനകത്ത് നമ്മൾ നിലവിൽ കണ്ട 400 സ്പീഡ് 400 ആ ഒരു വാഹനത്തിനകത്ത് വ്യത്യസ്തമായിട്ടുള്ളൊരു ഹാൻഡിലാണ് ഈ വാഹനത്തിനകത്ത് വരുന്നത്. ഇതിനകത്ത് ബാർ ആൻഡ് മിറേഴ്സ് ആണൊക്കെ വന്നിരുന്നെങ്കിൽ ഒരു റെട്രോ വാഹനങ്ങൾക്ക് വരുന്ന ബാർ ആൻഡ് മിറേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് റൗണ്ടിലുള്ള മിറർ തന്നെ ബാർ ആൻഡ് അല്ല വരുന്നത്, വേറൊരു ടൈപ്പ് മിററാണ് വരുന്നത്. കുറച്ചുകൂടി ഹാൻഡിൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കാൻ പറ്റുന്ന മറ്റൊരു സ്പോർട്ടി ആയിട്ടുള്ളൊരു വാഹനമാണ്. ഈ ഒരു വാഹനം നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു സ്പീഡ് 400Xനേക്കാളും നല്ല രീതിയിൽ നമുക്ക് യാത്രാ സുഖം, അതിനേക്കാൾ കുറച്ചുകൂടി ഒരു ക്രേസി ആയിട്ട് തോന്നുന്നൊരു വാഹനം. സസ്പെൻഷനും മറ്റു കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്, എന്നാൽ കുറച്ചുകൂടി ക്രേസി ആയിട്ട് തോന്നുന്നൊരു വാഹനം. കുറച്ചുകൂടി നല്ല രീതിയിൽ ഒരു പവർ ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു വാഹനം തന്നെയാണ്. മറ്റേ നേരത്തെ നമ്മൾ ഡ്രൈവ് ചെയ്തത് 170 ആണ് ഹൈറ്റ് എങ്കിൽ ഇത് 195 ആണ്. നമ്മൾ ഈ ഒരു വാഹനത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഫീൽ ചെയ്ത്, കാരണം നേരത്തെ എനിക്ക് കാല് ഫൂട്ട് നല്ല രീതിയിൽ നിലത്ത് തൊടിയിച്ചു കൊണ്ടുണ്ടായിരുന്നു ഞാൻ വാഹനത്തിൽ ഇരുന്ന് സ്റ്റാർട്ട് ചെയ്തത്. എന്നാൽ നമ്മൾ ഈ വാഹനം എടുക്കുമ്പോൾ നമ്മൾ വിരൽ റോഡിൽ തട്ടിച്ചുകൊണ്ട് അധികം ഹൈറ്റ് കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് ജസ്റ്റ് കാലെത്തുന്ന രീതിയിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. 195 ഇതിൻ്റെ വാഹനത്തിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസും നമ്മൾ സ്പീഡ് 400 എന്ന് പറയുന്ന ഒരു വാഹനത്തിന് 170 ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നതെങ്കിൽ ഈ ഒരു വാഹനത്തിനകത്ത് 200 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതോടൊപ്പം തന്നെ ഇതിനകത്തുള്ള ടയർ സൈസിനകത്തും നമ്മൾ ഗ്രിപ്പുള്ള നമ്മൾ ഓഫ് റോഡ് വാഹനങ്ങൾ, സെമി ഓഫ് റോഡ് വാഹനങ്ങൾക്ക് വരുന്ന രീതിയിലുള്ളൊരു ടയർ സൈസാണ് വരുന്നത്. അത്യാവശ്യം മനോഹരമായിട്ടുള്ളൊരു യാത്രാ സുഖം തന്നെ വരുന്നുണ്ട്. പിന്നെ മീറ്റർ കൺസോളിൻ്റെ ഭാഗത്ത് നമുക്ക് കണ്ട ചെറിയൊരു നെഗറ്റീവ്സ്, ആ ഒരു മീറ്റർ കൺസോളിനകത്ത് സെമി അനലോഗും അതുകൊണ്ട് സാധാരണ നമ്മൾ ഡിജിറ്റൽ മീറ്റർ രണ്ടും കൂടി കോമ്പിനേഷൻ ആയിട്ടാണ് ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നത്. ഒരുപക്ഷെ അത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാകും, എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഫുൾ ഡിജിറ്റൽ മീറ്റർ ആയിട്ടുണ്ട് നന്നായിരുന്നു എന്നൊക്കെ ഒരു ഫീൽ തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ ആദ്യം തന്നെ സ്പീഡ് നോക്കുമ്പോൾ ഡിജിറ്റൽ മീറ്ററിലേക്കായിരുന്നു നോക്കിയിരുന്നത്. ആ സമയത്താണ് കാണുന്ന ലെഫ്റ്റ് സൈഡിലാണ് മറ്റ് മീറ്റർ ഉള്ളത്, അതിനകത്താണ് ഒരു വാഹനത്തിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ. എന്നാലും അതേപോലെ തന്നെ ഈ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ടായിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ അതിനകത്ത് ഉൾപ്പെടുത്തിയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, സാധാരണ മറ്റ് വാഹനങ്ങളിൽ വരുന്ന മറ്റ് ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. അതേപോലെ ചാവിയുടെ ഭാഗത്ത് നമുക്ക് പറയുകയാണെങ്കിൽ ഇലക്ട്രോണിക് ചിപ്പുള്ള ഇമ്മൊബിലൈസറുള്ള ഒരു ചാവിയാണ്, ഈ കീ ആണ് ഈ ഒരു വാഹനത്തിനകത്ത് കൊടുക്കുന്നത്. അതേപോലെ ചെയിൻ സ്പോക്കറ്റ് റൈറ്റ് സൈഡിലാണ് ചെയിൻ സ്പോക്കറ്റ്, സാധാരണ രീതിയിൽ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. ഈ ഒരു വാഹനത്തിനകത്ത് റൈറ്റ് സൈഡിലാണ് ഇതിൻ്റെ ചെയിനും കാര്യങ്ങളൊക്കെ വരുന്നത്. സീറ്റ് ഹൈറ്റ് വരുന്നത് 790 mm ആണ് വരുന്നത്. അപ്പോളോയുടെ ടയർ ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മൈലേജ് പറയുന്നത് 30 കമ്പനി മൈലേജ് പറയുന്നത്. അതേപോലെ ഈ ഒരു വാഹനത്തിൻ്റെ ടയർ സൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ 110/70/17 അപ്പോളോയുടെ ടയറാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ റിയറിൽ 150/60/17 റിയറിൽ ടയറും കൊടുത്തിരിക്കുന്നത്. രണ്ട് ടയറും നമ്മൾ അലോയ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് വാഹനങ്ങൾക്കൊക്കെ നമ്മൾ ഓഫ് റോഡ് വാഹനങ്ങൾക്കൊക്കെ സ്പോക്സ് വീലൊക്കെ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഹിമാലയൻ അതോടൊപ്പം തന്നെ എക്സ്പൾസ് പോലെയുള്ള വാഹനങ്ങൾക്ക് ആ രീതിയിൽ സ്പോക്സ് വീലാണ് വരുന്നത്. എന്നാൽ ഇതൊരു സെമി ഓഫ് റോഡറാണ്. നമ്മളെ KTMൻ്റെ അഡ്വഞ്ചർ വാഹനങ്ങൾക്ക് വരുന്നത് പോലെ തന്നെയുള്ള അലോയ് വീലാണ് ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തത്. ഫുള്ളി ഓഫ് റോഡ് ആയിട്ടുള്ളൊരു വാഹനമല്ല. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു വാഹനം തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. നിലവിൽ ഈ ഒരു വാഹനം ഷോറൂമിൽ നല്ല രീതിയിലുള്ള ബുക്കിങ്ങും ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം കൊടുക്കുന്ന പൈസക്ക് എന്തായാലും നല്ല വാല്യൂ ഫോർ ദ മണി എന്ന് തന്നെയാണ് നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ട്രയംഫിൻ്റെ ആ ഒരു ക്വാളിറ്റിയിൽ ഒരു അല്പം പോലും ഈ ഒരു വാഹനത്തിനകത്ത് ചേഞ്ചസ് വന്നിട്ടില്ല. നിലവിൽ ഈ ഒരു വാഹനം ഇന്ത്യയിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ബജാജും ട്രയംഫും ചേർന്നുകൊണ്ടാണ്. എന്നാൽ ബജാജിൻ്റെ യാതൊരു രീതിയിലുള്ള പ്രൊഡക്ഷനോ അല്ല യാതൊരു രീതിയിലുള്ള ഡൊമിനാറിൽ കണ്ടുവരുന്ന മറ്റു കാര്യങ്ങളോ എഞ്ചിനോ കാര്യങ്ങളോ ഒന്നല്ല ഇതിനകത്ത് വരുന്നത്. ബജാജ് ജസ്റ്റ് ജോയിൻറ്റ് വെഞ്ചറായിട്ട് ട്രയംഫിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് എന്നതിനപ്പുറത്ത് വേറൊരു പ്രത്യേകത നമുക്ക് കാണില്ല. ട്രയംഫിൻ്റെ അതേ ക്വാളിറ്റിയിൽ തന്നെയാണ് വാഹനം നിലവിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ബജാജിലൊക്കെ വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ് ചെയിൻ സ്പോക്കറ്റൊക്കെ വരുന്നതെങ്കിൽ ഇതിനകത്ത് ട്രയംഫിൽ വരുന്ന റൈറ്റ് സൈഡിലുള്ള ചെയിൻ സ്പോക്കറ്റ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു വാഹനത്തിലുള്ള ഒരു
പിന്നെ കോമ്പോണൻസും നിലവിലുള്ള ഒരു ബജാജിൻ്റെ ഒരു വാഹനത്തിലും അലോഡല്ലാതെ ആ ഒരു രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യാതെ നിലവിൽ സാധ്യമല്ല എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ നിലവിൽ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരുപാട് വാഹനങ്ങൾ ഇപ്പം നമ്മളെ ഹാർലി എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഹീറോ ആയിട്ട് ചേർന്നുകൊണ്ടാണ്, ജോയിൻറ്റ് വെഞ്ചർ ആയിക്കൊണ്ടാണ് ഇന്ത്യയിൽ വാഹനങ്ങൾ നിലവിൽ പുതിയ സെഗ്മെൻറ്റിലുള്ള 450X എന്നൊക്കെ പറയുന്ന ഹാർലിയുടെ 450X ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ BMW ചെറിയ ചെറിയ മോഡൽ വാഹനങ്ങൾ TVSുമായിട്ട് ചേർന്നിട്ടാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. KTMൻ്റെ വാഹനങ്ങൾ അതോടൊപ്പം തന്നെ ബജാജുമായി ചേർന്നുകൊണ്ടാണ് നിലവിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഇന്ത്യൻ വിപണിയിൽ നിലവിൽ ലോകോത്തര കമ്പനികൾ ഇന്ത്യൻ വിപണിയെ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള, ലോകത്തിൽ ഏറ്റവും കൂടുതൽ 2 വീലർ വിറ്റഴിക്കുന്ന രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്നത് കൂടിക്കൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ള നല്ല രീതിയിലുള്ള വാഹനങ്ങൾ ഇന്ത്യയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള ബജാജ് അതോടൊപ്പം തന്നെ TVS, ഹീറോ തുടങ്ങിയ കമ്പനികൾക്ക് അവർക്ക് പുതിയ പുതിയ ടെക്നോളജിയും അതോടൊപ്പം തന്നെ സൂപ്പർ ബൈക്കുകളിൽ കൊടുക്കുന്ന ഫീച്ചേഴ്സ് അതിലുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇന്ത്യൻ വാഹനങ്ങളിലേക്കും പിന്നെ പരീക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതും വലിയൊരു ബെനിഫിറ്റ് തന്നെയാണ്. അപ്പം നമ്മൾ ഈ ഒരു വാഹനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതാണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നമ്മളെ കോഴിക്കോട് ട്രയംഫിൻ്റെ പുതിയ ഷോറൂമൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അവിടെ ടെസ്റ്റ് ഡ്രൈവും അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും ബുക്കിങ്ങും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭ്യമാണ്. ഏത് വാഹനവും നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ അറേഞ്ച്മെൻറ്റ്സ് നിലവിൽ ലഭ്യമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിലവിൽ കാണുന്ന എല്ലാ ആളുകൾക്കും താങ്ക്സ് പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്.